നമ്മളിപ്പോൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വേടെന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടുകാരൻ റാപ്പ് സോങ്ങർ. പുള്ളിനെ കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ച് അത് കുറച്ച് സീരിയസ് ആയി, അത് ഭയങ്കര വാർത്തയായി. ഒരു ദിവസം ചർച്ച ചെയ്യെങ്കിലും നിർത്തണം ചാനലുകാർ. ഇതൊരുപാട് ഗസ്റ്റുകളെ വിളിച്ചു കൊടുത്തു കേട്ടി രാഷ്ട്രീയക്കാരും എല്ലാവരും വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. കണ്ടോരും കിട്ടിയവരൊക്കെ വീഡിയോ ഇതിനെതിരെ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആരെക്കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചതല്ല, പുള്ളി വലിച്ചതാണ്. കഞ്ചാവ് വലിക്കുന്നതിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അത് പാടില്ലാത്തതാണ്. അത് ഉറപ്പായിട്ടും ആള് നിർത്തണം. പുള്ളി ലഹരിക്ക് അടിമപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് പുള്ളിന്റെ ഈ പ്രശ്നം മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് മാറ്റി വെച്ചിട്ട് ആളെങ്ങനെ പിടിച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചാനലിൽ കണ്ടിട്ടുള്ളത്. 5 ഗ്രാം കഞ്ചാവ് പുള്ളി കയ്യിൽ വെച്ചത് തെറ്റാണ്. അതിനേക്കാളും വലിയ വാർത്തകളില്ലേ? ഈ റോട്ടിൽ മൊത്തം കള്ളു കുടിച്ച് ബഹളാണ് ആളുകൾ പല സ്ഥലങ്ങളിലും. അത് വിൽക്കുന്ന സർക്കാർ വരെ ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെതിരെ പല രീതിയിൽ ഇപ്പോൾ CPM-ന്റെ പ്രതിനിധികളൊക്കെ ചാനലിൽ വന്നിട്ട് സംസാരിക്കുന്നത് കാണാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ മദ്യം വിൽക്കുന്ന ആളുകളാണ്. അതിനെതിരെ അതിലൊരു മാറ്റം കൊണ്ടുവരാതെ ഇവർ എല്ലാ ലഹരിക്കെതിരെ മറ്റുള്ളതിനെ കുറിച്ച് ചാടി ഇറങ്ങിയിട്ട് കാര്യമില്ല. ചെയ്യുമ്പോൾ എല്ലാം ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഒരു സിന്തറ്റിക് ഡ്രഗ് അല്ല, മദ്യം പോലെ തന്നെ വേറൊരു സാധനമാണ് ഈ കഞ്ചാവ്. അത് 5 ഗ്രാമാണ്. പുള്ളി വിൽക്കാൻ പോയതൊന്നുമല്ല. അപ്പോൾ പുള്ളിക്ക് വലിക്കാൻ വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ അന്വേഷണത്തിൽ പുള്ളി ഇതിന് അഡിക്റ്റ് ആണെന്ന് മനസ്സിലായാൽ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇങ്ങനെ ചാനലിൽ വാർത്ത വന്നിട്ടും ഈ ചെറിയ മീഡിയകളൊക്കെ പുള്ളി പോണോടത്തും വരുന്നിടത്തൊക്കെ നടന്ന് ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഒരു കലാകാരനെ തകർക്കാൻ നോക്കുക. അങ്ങനെ വരുമ്പോൾ ആളിത് പിന്നെയും നിർത്തി നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിക്കണ്ട. സമൂഹത്തോട് ദേഷ്യം പൊതുവെ പുള്ളിക്കുണ്ട്. പുള്ളി താഴ്ന്ന ജാതിക്കാരനാണ്. ഇനി അതാണോ ഈ ചാനലുകാരും ആളുകളുടെ ഒക്കെ പ്രശ്നം എന്ന് എനിക്കറിയില്ല. പുള്ളി ഒരു താഴ്ന്ന ജാതിക്കാരനായതിന്റെ പേരിലാവോ പുള്ളിക്ക് ഇങ്ങനെ ഇത്തരത്തിൽ സൈബറായിട്ടും ആക്രമിക്കുക, അതുപോലെ തന്നെ ഈ ചാനലുകളിൽ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം പുള്ളി ഒരു OBC-കാരനായതിന്റെ പേരിൽ പുള്ളിന്റെ സമുദായത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള പണ്ടത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുമായിട്ടൊരു തീവ്രമായിട്ടുള്ള ഒരു വരികളൊക്കെയാണ് പുള്ളിന്റെ പാട്ടുകളിൽ വരാറ്. അപ്പം അങ്ങനെ സമൂഹത്തോട് ഒരു റിവഞ്ച്, ആ രീതിയിലുള്ള ഒരു മനോഭാവം പുള്ളിക്ക് ഓൾറെഡി ഉണ്ട്. ഇത് കൂടാതെ ഇപ്പോഴത്തെ കണ്ടീഷനും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പിന്നെ എന്ത് ചെയ്യാണ്? പഴയതിനേക്കാളും സ്ട്രോങ് ആവുക ചെയ്യാം. ഇനിയിപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും സ്ട്രോങ്. ഏതൊക്കെ കേസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പുലിന്റെ പല്ല് പുള്ളിന്റെ കയ്യിൽ. പുള്ളി കാട്ടിലൊക്കെ പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കാട്ടിൽ താമസിക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല. ഞാൻ പുള്ളിന്റെ ഏതോ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. അത് എന്താണ്, വിയർപ്പ് തുന്നിയിട്ട കുപ്പായ എന്നുള്ളത്. അത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പുള്ളി റാപ്പ് സോങ്ങറാണ്. ഇപ്പോഴത്തെ ജനറേഷൻ 2K കിഡ്സ് ഒക്കെ പുള്ളിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരു കലാകാരനാണ്, ഉറപ്പായിട്ടും റാപ്പറാണ്, ഒരു കലാകാരനാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കേസ്. പിന്നെ എന്താണ് ഈ കഞ്ചാവിൻ്റെ ഒരു കേസ്. പിന്നെ ഒരു ഏകദേശം കുറെ സെക്ഷൻസ് പുള്ളിന്റെ പേരിൽ കയറ്റിയിട്ടുണ്ട്. കേസിലിട്ട് ഉരുട്ടാനോ, കേസിൽ കോടതി കയറ്റി ഇറക്കാനോ, അങ്ങനെ ജാമ്യമില്ലാത്ത പല എന്താണെന്നറിയില്ല. ഈ സെക്ഷനൊക്കെ ഏതാണെന്നറിയില്ല. ഇതിൽ ജാമ്യമില്ലാത്തത് ഏതൊക്കെയാണ് ഉള്ള. ഈ പുലിപ്പല്ലിൻ്റെ ഒന്നും ജാമ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. റിമാൻഡിലാവാനൊക്കെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ കഞ്ചാവിൻ്റെ കേസാണെന്നെങ്കിൽ സ്റ്റേഷൻ ജാമ്യം മതി. കാരണം ഇത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല, 20 ഗ്രാമിലും താഴെയാണ് ക്വാണ്ടിറ്റി. അപ്പോൾ അതിൽ എന്തായാലും സ്റ്റേഷൻ ജാമ്യം മതിയാവും. ഇപ്പോൾ 2 സംവിധായകർക്ക് കൊടുത്തതുപോലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വെറുതെ വിടും. പക്ഷേ സ്റ്റേഷൻ ജാമ്യം അതുപോലെ തന്നെ റിമാൻഡ് ഇതൊന്നുമല്ല പ്രശ്നം. ഈ ശിക്ഷ നടപ്പാക്കുന്നത് സോഷ്യൽ മീഡിയയാണ്, ചാനലുകളാണ് ശിക്ഷ നടപ്പാക്കുന്നത്. ചർച്ച ചെയ്ത് ഒരാളുടെ മുഖത്ത് നോക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. മാനസികമായിട്ട് ഈ ശിക്ഷ എന്ന് പറയുമ്പോൾ കോടതി കയറി ഇറങ്ങുന്നത് തന്നെ വലിയ ശിക്ഷ. ആ ശിക്ഷന് ഇടയിൽ ഈ ക്രോസിങ്ങും കൂടി ജനങ്ങൾ നടത്തി കഴിഞ്ഞാൽ പുള്ളിൻ്റെ എന്താ പറയുക, പേഴ്സണൽ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. ഒരിക്കൽ പോലത്തെ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അതിലും കുറേ ബുദ്ധിമുട്ടുകൾ പുള്ളി അനുഭവിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് എനിക്ക് ചാനൽ ചർച്ച പോകുമ്പോൾ മനസ്സിലാവുന്നത്. അത്രത്തോളം നല്ലൊരു പരിപാടിയല്ല. നമ്മുടെ സമൂഹം ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഒരു കുറ്റം ചെയ്തിട്ടുള്ള കുറ്റമാണെങ്കിൽ പോലും ചില കുറ്റങ്ങൾ തെറ്റുകളാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റും. തെറ്റ് ചെയ്യാത്ത ആളുകളൊന്നുമല്ലല്ലോ ഈ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടം പോലെ തെറ്റുകൾ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ തെറ്റുകൾ വരുമ്പോൾ അത് പിന്നീട് തിരുത്തും. അല്ലെങ്കിൽ ആ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലായിട്ട് അത് മാറും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ ആളുകൾക്ക് മാറാൻ പോലും അവസരമില്ല എന്നുള്ളതാണ്. ഒരാൾ ആ പേരിൽ മാർക്ക് ചെയ്യുക, കഞ്ചാവ് പിടിച്ച്. അപ്പോൾ ആൾ കഞ്ചാവ് വലിയ പുള്ളി നാളെ ഇത് നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ എന്താ, അത്രത്തോളം ഇത് സ്പ്രെഡായി പോകുന്നുണ്ട്. ആളുകളുടെ മനസ്സിലാവും പുള്ളി കഞ്ചാവ് വലിക്കുന്ന ആൾ എന്നൊരു സാധനം വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും അത്ര നല്ല ശീലമല്ല. ഇനിയിപ്പോൾ സെലിബ്രിറ്റിയാണ്, നിങ്ങൾക്ക് അത്ര വാർത്താ പ്രാധാന്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ വാർത്ത കൊടുക്കാം. ഒരു ദിവസം ചർച്ച, ഒരു ന്യൂസ് നൈസായിട്ട് പോവാം. എത്രയോ ആളുകൾ ഇവിടെ പോലീസ് ഓടിക്കണം, അതൊന്നും വാർത്ത ആവണില്ല. സെലിബ്രിറ്റി അതിന്റെ പേരിലാണ് ഇവർ വാർത്ത കൂട്ടുന്നത്. ഒരു ദിവസം കഴിഞ്ഞാൽ നിർത്തിയിട്ട് വേറെ ആരെങ്കിലും പിടിക്കുക. ഇത് ഒരാളെ തന്നെ മെൻഷൻ ചെയ്തിട്ട് 3-ാമത്തെ ദിവസത്തിലേക്ക് കിടക്കണം. മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വാർത്തയും കൂടി കണ്ടപ്പോൾ, ഇന്നും ചർച്ച തന്നെ കണ്ടപ്പോൾ ഞാൻ എല്ലാ ചാനലിലും ഇത് മെയിൻ ചർച്ച ആയപ്പോൾ ഞാൻ ഇത് ശരിയല്ല, ഇത് എന്തേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം നമുക്ക് നടത്തിയേ പറ്റുള്ളൂ. ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയാസിനെ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ പോകും. അടുത്തൊരു സ്ട്രോങ് സാധനം വരുന്നത് വരെ ഒരാളെ തന്നെ തിന്നുകൊണ്ടിരിക്കുക. അത് ദിലീപ് കേസിലാണെന്നുണ്ടെങ്കിലും ശരി. ഈ ദിലീപ് കേസൊക്കെ മാസങ്ങളോളം നീട്ടി നിർത്തി ചർച്ച ചെയ്തിട്ടുണ്ട് പല ചാനലുകളും. അതിൽ വിടാതെ പിന്തുടർന്നിട്ടുള്ള റിപ്പോർട്ടർ ടീമും കൂടി ഉണ്ട്.
അപ്പോൾ അങ്ങനെ അതിപ്പോൾ എന്തായി? അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഇവരാദ്യം നല്ല ശിക്ഷ, കോടതി നല്ല ശിക്ഷിക്കണത് ഈ മീഡിയാസാണ്. അതിലൂടെ സൈബറിൽ ഇരുന്നുകൊണ്ട് ചെയ്യണ ഈ സൈബർ ക്രൈം ചെയ്യുന്ന കുറ്റവാളികൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്, അവരൊക്കെ അവരൊക്കെയാണ് ഈ പരിപാടികൾ എന്താ ഈ കോലത്തിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുറേ ആളുകൾ ഇത് ഫോക്കസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യിപ്പിക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പുള്ളൊരു OBC കാരനാണ്, താഴ്ന്ന ജാതിക്കാരോട് പ്രത്യേക ദേഷ്യവും വെറുപ്പാണല്ലോ ഇവിടുത്തെ ഉയർന്ന ജാതിക്കാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കണം ഇതിനൊക്കെ മുമ്പിൽ നിന്ന് കേട്ടാൽ ചെക്കനെ തകർക്കാൻ നോക്കുന്നത്. എന്തായാലും പരിപാടി മോശമായി പോയി. പുള്ളിക്ക് അവസരങ്ങൾ കൊടുക്ക്, നിന്ന് മാറി പഴയതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് റാപ്പൊക്കെ ചെയ്ത് വരട്ടെ. ഈ പൈസ, അതുപോലെ തന്നെ ഈ പ്രശസ്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ തേടി വരുന്നതാണ് ഈ ലഹരി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ പെണ്ണ്, പണം, ഇതൊക്കെ. അപ്പോൾ നമ്മൾ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അത്ര വലിയ പ്രായമൊന്നുമില്ല ചെറുപ്പക്കാരനേക്ക്, ചെറിയ പ്രായമല്ലുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വഴി തെറ്റി പോയതായിരിക്കാം. പക്ഷെ തിരുത്താനുള്ള അവസരം കൂടി കൊടുക്കണം. നിങ്ങളത് അറിഞ്ഞ സ്ഥിതിക്ക് പുള്ളിനെ എന്ത് ചെയ്യലാണ്, ജയിലിലിട്ടുന്നതായിട്ട് ലോക്ക് ചെയ്തിട്ട് ശിക്ഷിക്കല്ല, അതിന് പകരം പുള്ളിനെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് ഒരു പഴയതുപോലെ തിരിച്ചു വരാന്നുള്ളതാണ്. ഈ സമൂഹത്തിന് ഇവരൊക്കെ നമുക്ക് ആവശ്യമുള്ള ആളുകളല്ലേ, സമൂഹത്തിന് വളരെ വേണ്ടപ്പെട്ട. ജാതി, മതം ഇതൊക്കെ മാറ്റി നിർത്തിയേക്കും. ഈ മനുഷ്യനെ നമ്മൾ സമൂഹത്തിന് ആവശ്യമുള്ള ആളാണ്. കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ അയാളുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ്. നല്ല എന്താ പറയുക, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം പോലുള്ള വരികളൊക്കെ വരേണ്ട ഒരാളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആളെന്ത് ചെയ്യലാണ്, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യലാണ്. അതിന് പകരം ആളുകളും ചുറ്റുമുള്ള ആളുകളെല്ലാം കൂടി ഇങ്ങോട്ട് ആളെങ്ങനെ പറഞ്ഞ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു മാറ്റം വരണം. സ്വയം ചിന്തിക്കുക. നമുക്കും തെറ്റുകൾ പറ്റാറുണ്ട്. നമ്മളിതുപോലെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ കുറെ കൂടെ മാറാൻ പറ്റും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.